അന്തരിച്ച എം കുഞ്ഞാമൻ പണ്ഡിതനായിരുന്നു, പ്രൊഫസർ, ഇക്കണോമിസ്റ്റ്, ദളിത് ചിന്തകനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു പത്രത്തിലൊന്ന് തലക്കെട്ട് ഇങ്ങനെയാണ്: കുട്ടിക്കാലത്ത് നായ്ക്കളോട് മല്ലിട്ടു, ജീവിതം മുഴുവൻ ജാതിയോടെന്ന്. അസമത്വത്തിനെതിരെ ഒരുപാട് സമരം നടത്തിയ, പോരാടിയ മനുഷ്യനാണ്. ജാതിയുടെ പേരിൽ മാത്രം പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് കുഞ്ഞാമൻ എന്ന് പറയാൻ. എതിരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഉണ്ട്. അതിനുള്ളിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ ഒരു പാടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് ഈ പാടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് പട്ടി കടിച്ച സംഭവം. ഇങ്ങനെയാണ്, വളരെ വീടെന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ചാളയിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് ഭക്ഷണത്തിന് പോകേണ്ടത് ജന്മിമാരുടെ അടുത്താണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പാത്രമൊന്നുമില്ല, മുറ്റത്ത് പോലും വെച്ച് കൊടുക്കത്തില്ല. തൊടിയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ ഇലയിട്ടിട്ട് അതിൻ്റെ അകത്ത് കൊടുന്ന് കഞ്ഞി ഒഴിച്ചു കൊടുക്കും. 14-ാമത്തെ വയസ്സ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിശന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കൈ നീട്ടി തൊടിയിൽ കുഴി കുത്തി ഇലയിട്ട് കഞ്ഞിയും കൊടുക്കുക. എന്നിട്ട് ആ ജന്മി ചെയ്തത്, ആ വീട്ടിലെ പട്ടിയുണ്ട്, പട്ടിയോടും പറയാൻ സമയത്ത് തന്നെ പോയി ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പട്ടിക്ക് നല്ല ആർത്തി ഉണ്ടായിരുന്നു, പട്ടി കയറി കടിച്ചതാണ് കയ്യിൽ. ആ പാടാണ് കയ്യിൽ കിടക്കുന്നത്. എതിരെന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്ക് മാഷ് ഇവനെ പേര് വിളിക്കില്ല, ഇവനെ ജാതിപ്പേര് വിളിക്കുകയുള്ളൂ. ജാതിപ്പേര് ഇപ്പോൾ ഒരു ഇത് കൊടുത്തിട്ട്, പ്രോബ്ലം കൊടുത്തിട്ട് അവൻ്റെ ജാതിപ്പേര് വിളിച്ചിട്ട് എടാ നീ ഉത്തരം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, സാറേ എന്നെ ജാതിപ്പേര് വിളിക്കരുത്. ഒറ്റ അടി കൊടുത്തു സാർ, അവൻ്റെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞത്, നീയൊക്കെ ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് വന്ന, കഞ്ഞി കുടിക്കാൻ വന്നല്ലാണ് നീ സ്കൂളിൽ, പഠിക്കാൻ വന്നല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. അന്ന് കുഞ്ഞാമൻ്റെ തീരുമാനം എടുത്ത് സ്കൂളിൽ നിന്ന് കഞ്ഞി കുടിക്കില്ല എന്ന് തീരുമാനം എടുത്ത്. എംഎക്ക് ഫസ്റ്റ് റാങ്കാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് ശേഷം റാങ്ക് മേടിക്കുന്ന, എംഎക്ക് റാങ്ക് മേടിക്കുന്ന ദളിത് വിദ്യാർത്ഥിയാണ് എം കുഞ്ഞാമൻ എന്ന് പറയാൻ. അതിന് അന്നൊരു മെഡൽ കിട്ടി. ആ മെഡൽ കൊടുത്തിട്ടാണ് ഒരു നേരത്തെ അരി മേടിച്ചെന്ന് അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം ആ മെഡലിന് അദ്ദേഹത്തിന് അതേ വില, വിശപ്പിൻ്റെ വിലയാണല്ലോ അത്. 75 വയസ്സാകുന്നതിന് തലേ ദിവസമാണ് കുഞ്ഞാമൻ ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്നത്. ഞാൻ ഈ ലോകത്തുനിന്ന് പോകുന്നു എന്ന് എഴുതിയായി. ഞാൻ ഈ ലോകത്തുനിന്ന് പോകുന്നു. ഏത് ലോകത്തുനിന്ന്? ഇങ്ങനെ അസമത്വമുള്ള, ജാതിയുടെ പേരിൽ തഴയപ്പെട്ട, നിരന്തരം, കാരണം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അസമത്വത്തിനെതിരെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇൻജസ്റ്റിസിനെതിരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സ് മടുത്തിട്ടാണ് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നിട്ട് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് വായിക്കുമ്പോൾ ഈശോക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. സത്രത്തിൽ ഇടം കിട്ടാഞ്ഞത് അവിടെ തിരക്കുള്ളത് കൊണ്ട് മാത്രമായിരിക്കും? അല്ല, ഈ വാസ് ഫ്രം എ വർക്കിംഗ് ക്ലാസ്. അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ഇവന് കയ്യിൽ എന്തുണ്ടാവും, ഇവരെ താമസിപ്പിച്ചാലെന്ന് സത്രക്കാർക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവരല്ലേ, അതുകൊണ്ട് പുറമ്പോക്കിലേക്ക് പോയി പിറക്കേണ്ടി വന്നവരല്ലേ. നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഈ ശക്തമായ ജാതി ചിന്തയുണ്ട്, ശക്തമായ ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്. പോരാടണം. ക്രിസ്മസ് അതിനുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്.